നമസ്കാരം. ഷെക്കീന ഫൈവ് റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. 24ാമത് മന്ത്രിസഭയിൽ 13ാമത് മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഒറ്റ പ്രഖ്യാപനമുണ്ട്. അത് സംസ്ഥാനത്ത് ആദ്യമായി, ഇന്ത്യയിൽ തന്നെ ആദ്യമായി വയോജന ക്ഷേമത്തിനായി ഒരു വകുപ്പ് തന്നെ അദ്ദേഹം രൂപവൽക്കരിച്ചിരിക്കുകയാണ്. ശരിക്കും കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ ഒന്നു തന്നെയല്ലേ വയോജനക്ഷേമം. പ്രായമായ ആളുകൾ വർദ്ധിക്കുന്ന ഒരിടം, മക്കളെല്ലാം ഈ രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു കാലം, നമ്മുടെ വീടുകൾ അടയുന്ന ഒരു കാലം, വാർദ്ധക്യ രോഗങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലം, മക്കളും ചുറ്റുമുള്ള ഒരു സാമൂഹിക സാഹചര്യം വയോധികർക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യം തുടങ്ങിയ പ്രതിസന്ധികളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും ആശങ്കകളുടെയും ഒരു കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രായമായ ആളുകളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നത്? അതിന് സർക്കാരുകൾക്ക്, സഭകൾക്ക്, നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ വിഷയവുമായാണ് ഷെക്കീന ഫൈവ് റൂം അവതരിപ്പിക്കുന്നത്. എന്റെ കൂടെയുള്ളത് ശ്രീ അഭി കാഞ്ഞിരപ്പാറ, ഒപ്പം ശ്രീ ആന്റണി സച്ചിൻ. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫൈവ് റൂമിലേക്ക് സ്വാഗതം. ശ്രീ ആന്റണി സച്ചിൻ, ഈ പ്രായമുള്ള ആളുകളുടെ ക്ഷേമം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, അല്ലേ? നമ്മളുടെ പ്രത്യേകിച്ച് ഒരു കാത്തലിക് ടീച്ചിങ്ങിലൂടെയൊക്കെ നമ്മൾ എപ്പോഴും പ്രായമുള്ള ആളുകളെ ശുശ്രൂഷിക്കാനും അല്ലെങ്കിൽ അതിനെ കാണാനും അങ്ങനെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാനും ഒക്കെയുള്ള കൾച്ചറിലൂടെയാണ് നമ്മളെല്ലാം. ഇത് ക്രൈസ്തവ സമൂഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആതുരാലയങ്ങൾ, ഇത്രയും അധികം വയോജന സംരക്ഷണത്തിന് മറ്റൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ, അല്ലെ? ഈ ഇടങ്ങളിലൂടെ, രൂപതകളിലൂടെ, റിലീജിയസ് കോൺഗ്രിഗേഷൻസ്, സന്യാസ സഭകളിലൂടെയൊക്കെ എത്രയോ കെയർ നമ്മൾ ഈ സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഒരു സർക്കാർ സംവിധാനം അതിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ്. എന്താണ് ശരിക്കും നമ്മളുടെ വയോജനങ്ങളുടെ പ്രായമുള്ള ആളുകൾ നേരിടുന്ന പ്രതിസന്ധികൾ ചോദിച്ചാൽ എന്താണ് അങ്ങനെ മനസ്സിലേക്ക് വരുന്നത്? ആദ്യ 5 കാര്യങ്ങളൊക്കെ വൃദ്ധരായിട്ടുള്ള ആളുകള് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ തന്നെ കുട്ടികൾ വിദേശത്ത് പഠിക്കാനോ അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയില് ഇപ്പൊ പത്തനംതിട്ട പോലത്തെ ഓരോ സ്ഥലങ്ങളിലോട്ട് നോക്കുമ്പോഴത്തേക്കും വൃദ്ധരായവരുടെ എണ്ണവും അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വീടുകളുടെ എണ്ണമൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം എസ്പെഷ്യലി. പലപ്പോഴും കോട്ടയം റീജിയനിലോട്ടൊക്കെ ഇതിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേക്കും വലിയ വീടുകൾ കാണും. ഞാൻ ഇടയ്ക്ക് അവിടെ ഏതെങ്കിലും കുട്ടികൾ കളിക്കണ്ടോന്ന് നോക്കും. ഒരു 5-6 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയാലും ഒരു കൊച്ചിനെ പോലെ കാണാറില്ല. ഇത് ഡീപോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇത് വളരെ ട്രെൻഡ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വൃദ്ധരായിട്ടുള്ളവർ, മാതാപിതാക്കന്മാരും മിക്കവാറും ആ വീടിനകത്ത് വലിയ മണിമാളിക പോലത്തെ ഉള്ള വീടിനകത്തൊക്കെ ഉണ്ടാകും. അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ ഇനി കൂടിക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം. ഇതിന് പരിഹാരം എന്താണ്? എന്താണെന്ന് വെച്ചാൽ, ഈ വിദേശത്ത് പോയ മക്കളൊക്കെ തിരിച്ചു വന്ന് ഇവരെ നോക്കുമെന്നാണോ എന്ന് വെച്ചാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പലരും ഈ ഒരു മാതാപിതാക്കന്മാരെ നോക്കണമല്ലോ എന്ന് ഉള്ളത് കൊണ്ടും അതൊരു തന്റെ ഉത്തരവാദിത്തമാണെന്നുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോ അടുത്ത ഫ്ലൈറ്റിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരെയും എനിക്കറിയാം. ഒരു പ്രയാസം കാരണം വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു തീർച്ചയായും അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഉള്ള ആളുകൾ ഒത്തിരി പേരെങ്കിലും റിട്ടയർമെന്റ് ഹോംസ് പോലെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ ഉടനെ തന്നെ ഇപ്പൊ അതിന് എത്ര ലക്ഷം രൂപ വേണ്ടി വന്നാൽ പോലും അത് മുടക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒത്തിരി ആളുകൾ ഉണ്ട്. അങ്ങനെ, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും അവിടെ ഒരുമിച്ച് വന്ന് താമസിക്കാൻ പറ്റുന്ന, അവിടെ ഫുഡും ഹോസ്പിറ്റൽ കെയർ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കിട്ടാൻ പറ്റുന്ന സംവിധാനങ്ങൾ, ആധുനികമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വില കൊടുത്ത, ലക്ഷക്കണക്കിന് രൂപ വില കൊടുത്ത് വന്ന് വാങ്ങാൻ പറ്റുന്ന ആ സൗകര്യം എടുക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം ഇന്ന് കൂടിയിരിക്കുന്നു. അങ്ങനത്തെ ഉള്ള റിക്വയർമെന്റ് കൂടിയിരിക്കുന്നു. പക്ഷെ അത്രത്തോളം ഇപ്പൊ റിട്ടയർമെന്റ് ഹോംസിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തത് എനിക്ക് തോന്നിയിരിക്കുന്നത് എൽഡർലി കെയർ തന്നെ ഒരു വലിയൊരു ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയുള്ള കെയർ കൊടുക്കാൻ പറ്റുന്ന കെയർ അസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ട്രെയിനിങ്ങും അവർക്കുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഏജൻസീസിന്റെ എണ്ണം ഇപ്പൊ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനി പല സ്ഥലങ്ങളിലും, ഇപ്പൊ ബാംഗ്ലൂർ പോലുള്ള പല സ്ഥലങ്ങളിലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്. കേരളത്തിലും അങ്ങനത്തെ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നത്, പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ പലപ്പോഴും നമ്മുടെ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പോലും
നമ്മൾ പ്രായമായി കഴിഞ്ഞ ഒരു വീൽ ചെയറിൽ നടക്കുമ്പോൾ ഒരു ടോയ്ലറ്റിലോട്ട് പ്രവേശിക്കാനുള്ള വീതി ആ ടോയ്ലറ്റിനുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാതെയാണ് ഒരു വീട് നിർമ്മിക്കുന്നത്. അപ്പൊ നമ്മുടെ ടോയ്ലറ്റ് പലപ്പോഴും ഞാൻ പല പല സ്ഥലങ്ങളിൽ ടോയ്ലറ്റിന്റെ അവിടെ എത്തുമ്പോൾ ഒരു പടി കാണാം, ഒരു അരടി പൊക്കമുള്ള ഒരു പടി കടന്നിട്ട് വേണം. അപ്പൊ ഈ അരടി പൊക്കമുള്ള കൂടി നമുക്ക് ചാടിച്ചുകൊണ്ട് വീൽ ചെയർ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല ആ ഡോറിന്റെ വീതി 70 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ, അതിൽ കൂടി നമുക്ക് വീൽ ചെയർ കയറ്റിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ പുതിയൊരു വീട് നിർമ്മിക്കുമ്പോൾ പോലും അങ്ങനെയുള്ള റാമ്പുകൾ പോകും. ഇപ്പം മുറ്റത്തിൽ നിന്നും വീട്ടിലേക്ക് കയറ്റാൻ പറ്റുന്ന അങ്ങനെ സൗകര്യമുള്ള ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ സൗകര്യം ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ ഇപ്പൊ എല്ലാ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ സ്പേസസ് എല്ലാം തന്നെ റാമ്പുകൾ നിർമ്മിക്കണം എന്നുള്ള നിയമം ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ പോലും അങ്ങനത്തുള്ള സംവിധാനങ്ങൾ സാധിക്കുമെങ്കിൽ ഇപ്പൊ സാമ്പത്തികമുള്ള ആൾക്കാർക്ക് വലിയ വീടുകൾ വെക്കുമ്പോൾ ലിഫ്റ്റുകൾ വെച്ചുകൊണ്ട് താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാൻ പറ്റുന്ന ലിഫ്റ്റുകൾ വെക്കുന്ന സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു വാർദ്ധക്യാവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ എങ്ങനെ ടോയ്ലറ്റിൽ പോകും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യേണ്ട ഒരു ഈ വാർദ്ധക്യ വകുപ്പ് വരുന്നു അല്ലെ എന്നതിനപ്പുറത്തേക്ക് ഈ പ്രായമാകുന്നു, നമുക്കൊക്കെ പ്രായമാകും എന്നൊരു ചിന്തയില്ലാതെയുള്ള നമ്മുടെ നിർമ്മിതികളെ കുറിച്ച് പോലും അങ്ങ് പറഞ്ഞു. എന്താണ് അഭി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം സജി സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു മൂവ്മെന്റ് ആണ് ഈ വയോജനക്ഷേമ വകുപ്പ് എന്നുള്ള ഒരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടുത്തുന്നത്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വകുപ്പ് 10 വർഷത്തിൽ കൂടുതൽ കേരളത്തിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, 10 വർഷത്തിനുള്ളിൽ നമ്മൾ അങ്ങനെ ഒരു വകുപ്പ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസ് അങ്ങനെയുള്ള രീതിയിൽ പേരൻസ് അക്കമ്പനി ചെയ്യാൻ സംവിധാനത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ നമ്മുടെ ഈ വകുപ്പിൽ തീർച്ചയായിട്ടും സച്ചിൻ ചേട്ടൻ പറഞ്ഞ പോലെ വി ഹാവ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഈ പേരൻസിനെ നോക്കാൻ. ഇപ്പോൾ നമ്മുടെ പേരൻസ് പലപ്പോഴും ഞാൻ പേഴ്സണലി അനുഭവിച്ച 2-3 കേസുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു അമ്മച്ചി ഒരു വീട്ടിൽ ഇങ്ങനെ അമ്മച്ചിയും അപ്പച്ചനും ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇവരെ നമ്മളൊരു ഓർഫനേജിലോ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ഹോമിലോ കൊണ്ടോ ആക്കുന്നതും ഇവരുടെ വീട്ടിൽ താമസിക്കുന്ന നമ്മൾ ഡിഫറൻസ് ഉണ്ട്. ഇവരൊരു 90 വയസ്സിൽ വരെ ജീവിക്കുമെങ്കിൽ, റിട്ടയർമെൻറ്റ് ഹോമിൽ ജീവിക്കുമെങ്കിൽ, ഇവരൊരു 105 വയസ്സ് വരെ ഇവരുടെ സ്വന്തം വീട്ടിലാണ് ഇവർ ജീവിക്കും. കാരണം അവർക്ക് കിട്ടുന്ന ഫീലിങ്ങും ഇവർക്ക് മക്കളോട് കൂടെ ആയിരിക്കുന്ന സംവിധാനങ്ങളിലും ഒക്കെ വളരെ ഡിഫറൻസ് ഉണ്ട്. അത്ര ഹാപ്പി ആയിട്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ആളുകൾ മക്കളെ മാതാപിതാക്കൾ നോക്കാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ സാഹചര്യം ഇല്ലാത്തവരായിരിക്കില്ലേ? അതെ. അപ്പോൾ ഇങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഈ റിട്ടയർമെന്റ് ഹോം ഉണ്ടല്ലോ എന്ന് ഞാൻ പലപ്പോഴും വിദേശത്തുള്ള ആളുകളുടെ ഒരു മനോഭാവമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെന്റ് ഹോം ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിലേക്ക് അവരങ്ങ് ട്യൂണ്ടായി. നമ്മുടെ കേരളത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ ട്യൂണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഈ നമ്മുടെ കാത്തലിക് ഒരു ടീച്ചിങ്ങോ അല്ലെങ്കിൽ കാത്തലിക് വിഷനോ ഉണ്ടല്ലോ ഇതിനകത്ത് എപ്പോഴും ഈ അടുത്ത കാലത്ത് പോലും ഗ്രാൻഡ് പേരൻസ് ഡേയിൽ നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പയും അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. ഗ്രാൻഡ് പേരൻസിനെ കരുതുന്ന കാര്യവും അതോടൊപ്പം അവരെ അക്കമ്പനി ചെയ്യുന്ന കാര്യവും അവരോടുകൂടി സമയം ചെലവഴിക്കുന്ന കാര്യവും അതോടൊപ്പം ആർച്ച് ബിഷപ്പ് ബഹുവിന്റെ തറയിൽ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഗ്രാൻഡ് പേരൻസിനെ നോക്കുന്ന കുടുംബങ്ങളിലെ മക്കൾ വളരെ നല്ല ക്യാരക്ടറുള്ള മക്കളായിട്ട് മാറും. അവരുടെ പേരൻസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മക്കൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഓടും. അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മുടെ ഇടയിലുണ്ട്. ഈ കൾച്ചർ ഇങ്ങനെ ഉണ്ടെന്നും ഇത് ഒരു പുസ്തകത്തിലൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കൾച്ചർ ഉള്ള സമൂഹമാണ് കേരളം എന്നുള്ള കാര്യം നമ്മുടെ സർക്കാരിനെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വയോജന വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അഡാപ്റ്റേഷനിൽ അങ്ങനെ ഒരു ഓറിയന്റേഷനിലേക്ക് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചർച്ചിനതിന് വലിയ റോൾ എടുക്കാൻ പറ്റും. കാരണം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു വകുപ്പായതുകൊണ്ടും അതിൻ്റെ ഓറിയന്റേഷൻ അതിൻ്റെ മിഷൻസിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ ഇനി ഒരു സ്ഥിരം സംവിധാനമായിട്ട് 25 വർഷത്തേക്ക് അല്ല 50 വർഷത്തേക്ക് ഈ ഒരു വകുപ്പ് ഉണ്ടാകുമെന്നും ഇത് നമ്മുടെ സ്ഥിരം സെറ്റപ്പ് ആണെന്നുള്ള സംവിധാനത്തിലേക്ക് ഒരു പക്ഷേ ഇനി വരുന്ന ജനറേഷനുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ വിചാരിക്കും അപ്പച്ചനെ റിട്ടയർമെന്റ് ഹോമിൽ വിട്ടാൽ മതിയല്ലോ, ഇതാണല്ലോ ഈ സംവിധാനം, ഈ സർക്കാരിന്റെ സെറ്റപ്പ്. അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് വരരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ ഉള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പേരൻസിന്റെ ഇഷ്യൂസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്. കാരണം പലപ്പോഴും പല വീടുകളിലും പേരൻസിനെ നോക്കാൻ സംവിധാനമില്ല. പ്രത്യേകിച്ച് നമുക്ക് വിദേശങ്ങളിലുള്ള നമുക്കറിയാം, നമ്മുടെ ഇവിടുന്ന് കയറിപ്പോയ പല കുട്ടികളും അവിടെ ഈ പറയുന്ന നേഴ്സിംഗ് കെയർ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ പ്രോപ്പർ നേഴ്സിംഗ് കെയർ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, നമുക്കൊരു വീടുകളിൽ ഹോം നേഴ്സായിട്ട് ഒരാളെ
കണ്ടെത്തണമെങ്കിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കെയർ കിട്ടണമെങ്കിലോ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളില്ല. അതിന് ഗവൺമെന്റിന് അങ്ങനെ കൃത്യമായ ഒരു പോളിസി ഇല്ല. അപ്പോൾ ഇതൊക്കെ ഫ്രെയിം ചെയ്ത് ഇതൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെയുള്ള കൃത്യമായ ആളുകളെ അപ്പോയിന്റ് ചെയ്യാനും അതിനെ പൂൾ ചെയ്ത് കിട്ടാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉറപ്പായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു മിനിസ്ട്രി ആയിട്ട് വന്ന് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വയോജനങ്ങളെ അക്കമ്പനി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉടനെ ഉണ്ടാക്കും. അത് നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ നമ്മുടെ രോഗങ്ങളുടെ ഒരു വർധന 10 വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാഹചര്യമല്ല. നമ്മളുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് പോലും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പണ്ടുണ്ടായിരുന്ന പനി, ജലദോഷം, തലവേദന എന്നൊക്കെ മാറിയിട്ട് നമ്മളുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ വല്ലാത്ത രീതിയിൽ നമ്മുടെ ഏജ് പോപ്പുലേഷനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ലിവർ സിറോസിസ്, ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ പുതിയ രോഗങ്ങളിലേക്ക് നമ്മൾ വരുന്നു. ഇതൊന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പൊ ക്യാൻസർ എന്ന് പറയുന്നത് പോലും നമുക്ക് ഞെട്ടലുണ്ടാകുന്ന കാലഘട്ടം അല്ലെ, ഒരു ക്യാൻസർ പേഷ്യന്റ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ നമ്മൾ മുമ്പ് എങ്ങും ഇല്ലാത്ത വിധം ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി നമ്മുടെ ആരോഗ്യ മേഖലയെ പ്രതിസന്ധി വെച്ചാൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകും. ഒരു ഓൾഡ് ഏജ് ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തികം എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. നല്ല കെയർ കൊടുക്കണമെങ്കിൽ നല്ല ആശുപത്രി വേണം, നല്ല ആശുപത്രി വേണമെങ്കിൽ നല്ല പൈസ നമ്മൾ ചെലവഴിക്കണം. ഈ നല്ല പൈസ ചെലവഴിക്കുമ്പോഴാണ് നമ്മൾ ഈ സമീപ നാളുകളിൽ ബ്ലാക്ക്സ്റ്റോൺ ഉൾപ്പെടെയുള്ള വിദേശ KKR ഉൾപ്പെടെയുള്ള വിദേശ കമ്പനികൾ, വിദേശ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, നമ്മളുടെ ബേബി മെമ്മോറിയൽ ഉൾപ്പെടെയുള്ള ആസ്ട്രോ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതൊക്കെ ഞാൻ അങ്ങനെയാണ് കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചെലവ് കൂടും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് വേറൊരു ഓപ്ഷൻ നമുക്കില്ല. നല്ല കെയറിന് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നമ്മുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു നീഡായിട്ട് നമ്മൾ മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കാണേണ്ടത് ഈ ഹെൽത്ത് ഇൻഷുറൻസിനെയാണ്. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വ്യക്തി ഇനിയുള്ള കാലത്ത്, ഇപ്പോൾ തന്നെ അത് നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ്. ഇനിയുള്ള കാലം പ്രത്യേകിച്ച് ഓൾഡ് ഏജ് ഇവിടെ പ്രീമിയം ഒക്കെ വലിയ തുകയൊക്കെ ആകാം. പക്ഷെ അത്തരം കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര സർക്കാരിന് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളം അത് ഔദ്യോഗികമായി നടപ്പാക്കിയിട്ടില്ല. അപ്പൊ ഇത്തരം ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അത് നമുക്ക്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത്തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ചെറിയ തുക പ്രീമിയത്തിൽ അത് ചെയ്യാൻ പറ്റും, നല്ലതാണ്. ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് സമാനമായ ഒരു പെൻഷൻ ഉണ്ട് കേരളത്തിൽ. അത് കേരളം കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഒരു പദ്ധതിയാണ് ഇൻഷുറൻസ് പദ്ധതി. 5,000-6,000 രൂപ ഒരു വർഷം ആളുകൾ കൊടുക്കുന്നതാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഒരു ആശുപത്രിയിൽ അവർക്ക് ഉപയോഗം ഉണ്ടായില്ല. നമ്മൾ സർജറി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തു പോകും. പക്ഷെ ഒരു മനുഷ്യർക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്ന എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ പാളിപ്പോയിട്ടുള്ള സർക്കാർ ജീവനക്കാർ എന്നുള്ള പ്രിവിലേജ് ഉള്ള കുറച്ചു പേർക്കാണ് അത് കിട്ടുന്നത്. അവിടെ പോലും നന്നായി അത് ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാർ മുൻകാലത്ത് ഭരിച്ചൊരു കേരളം കൂടിയാണ്. അപ്പൊ അവിടെയാണ് ഈ ക്ഷേമ വകുപ്പൊക്കെ വരുമ്പോൾ ഇൻഷുറൻസ് കെയർ എന്ന് പറയും ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ അഡ്രസ് ചെയ്യാത്ത ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് ഈ കുടുംബങ്ങളുള്ള ആളുകളെ കുറിച്ചാണ്. എന്നാൽ കുടുംബങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഈ ലോകത്ത്, ഈ ഇന്ത്യയിൽ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുന്ന 2 വിഭാഗങ്ങളാണ് വൈദികര്, സന്യസ്തര്. നമ്മൾ ഇവരുടെ ഓൾഡ് ഏജ് ആകുമ്പോൾ ഇവരുടെ സാഹചര്യത്തെ കുറിച്ച് അത് സഭ ചിന്തിക്കുന്നുണ്ടാകും, പക്ഷെ സർക്കാർ തലത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ സമീപകാലങ്ങളിൽ നമ്മൾ ചില വാർദ്ധക്യ പെൻഷനുകളിലേക്കൊക്കെ ഇവരെ ഉൾപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളും അവർ കുറച്ച് സപ്പോർട്ട് സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഞാനിപ്പോഴും വളരെ അടുത്തറിയാവുന്ന റിലീജിയസ് കോൺഗ്രിഗേഷൻസുമായി ബന്ധപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സുമൊക്കെ ബന്ധപ്പെടുമ്പോൾ വല്ലാത്തൊരു ഭാരിച്ച പ്രതിസന്ധി സന്യാസ സമൂഹങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് അവരുടെ സിസ്റ്റേഴ്സിന്റെ, അവരുടെ അംഗങ്ങളുടെ ആരോഗ്യ മേഖലയിലെ ചെലവാണ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നത്. ക്യാൻസറൊക്കെ ഉൾപ്പെടെയുള്ള ഒരു പേഷ്യൻ്റായി വരുന്ന സിസ്റ്ററിനെ സംബന്ധിച്ച്, അച്ഛനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു സഭയ്ക്ക് വല്ലാത്തൊരു സാമ്പത്തിക ഒരു വലിയ ഒരു ഓവർഹെഡ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള ആളുകളെ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സിലേക്ക്, ഇൻഷുറൻസ് പോലുള്ള അല്ലെങ്കിൽ അത്തരം വെൽഫെയർ മെഷേഴ്സിലേക്കൊക്കെ ഇത്തരം ആളുകളെ കൂടി നമ്മൾ കണ്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രതിസന്ധി, ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന കാലത്ത് അത് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന്. ഇപ്പോൾ സച്ചിനിലേക്ക് ഞാൻ വരുമ്പോൾ, ഈ നമ്മളിപ്പോൾ ആരോഗ്യം എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ആരോഗ്യ, മാനസിക ആരോഗ്യ മേഖല നമ്മൾ പലപ്പോഴും വിടാറുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ മക്കളൊക്കെ നാട് വിട്ടു പോവുകയും ഒറ്റപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു കെയറും കൂടെ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ടത് തന്നെ. നമ്മൾ
നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോഴാണ് അവന് സന്തോഷവും ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ കുടുംബത്തിന് മക്കളെല്ലാവരും കൂടിയാൽ അതൊരു കമ്മ്യൂണിറ്റി എഫക്റ്റ് ആണ് കിട്ടുന്നത്. പിന്നെ എപ്പോഴും ഒരു സോഷ്യലൈസിങ് സ്പേസ് എപ്പോഴും നമുക്ക് വേണം. ഇപ്പൊ നമ്മള് ഇടവകയില് കുർബാന കഴിഞ്ഞിട്ട് കുറെ ആളുകളായിട്ട് കണ്ട് സംസാരിക്കുന്നത് ഒരു വലിയൊരു സോഷ്യലൈസിങ് സ്പേസ് ആണ്. അപ്പൊ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാനസിക ആരോഗ്യത്തിന് വലിയ ഒരു സഹായിക്കുന്ന ഒരു ഘടകങ്ങൾ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസിൽ അത് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടയർമെന്റ് ഹോംസിന്റെ ഒരു ഇപ്പോ പല ആധുനിക അവിടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ അവർക്ക് സംഭവിക്കുന്നില്ല. അവര് അതുപോലെ അവരുടെ നേരത്തെ അവരെങ്ങനെയായിരുന്നോ ഒരു വീട്ടില് അല്ലെങ്കിൽ വീട്ടിന്റെ അയൽവാസികളോടൊപ്പം ജീവിച്ചിരുന്നത്, അത് എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത്. അത് ഞാൻ പറയുന്നത് കുറച്ചും കൂടി അത് വളർന്നു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭാവി അത്തരം കാര്യങ്ങളിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, സത്യത്തിലെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പണവും മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും ഞാൻ ആരോഗ്യത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ടത് അസുഖം വരാതിരിക്കാൻ നോക്കുക. നമ്മളത് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ അസുഖം വന്നതിന് ശേഷം നമുക്ക് അയ്യോ ബാങ്ക് ബാലൻസ് ഇത്ര ഉണ്ടെങ്കിലല്ലേ അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒരു 5-10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരരുത്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരരുത്, എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വരും, ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ശരിക്കും മുടങ്ങാതെ എക്സസൈസ് ചെയ്യണം, ഭക്ഷണത്തെ ക്രമീകരിക്കണം, കണ്ട എല്ലാം വലിച്ചുവാരി കഴിക്കാതെ ഭക്ഷണത്തെ ക്രമീകരിക്കണം ആവശ്യത്തിന്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭക്ഷണ രീതികൾ അറിയാം, പണ്ട് അറിയാം. നമ്മളൊരു കുട്ടി മെലിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ മാതാവ് പാരന്റ്സ് പറയണ എന്താ, നന്നായിട്ട് ചോറ് കഴിക്കണം എന്ന് പറയും അല്ലെ. സത്യം പറഞ്ഞാൽ ഇപ്പൊ നന്നായിട്ട് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് പേഷ്യന്റായി മാറാം. അതാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്താണ് കഴിക്കുന്നത്, ആ കഴിക്കുന്നതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ടോ, ഫൈബർ കണ്ടന്റ് ഉണ്ടോ, കാർബോഹൈഡ്രേറ്റ്സ് ആണോ കൂടുതൽ കഴിക്കുന്നത്, ഈ രീതിയിൽ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമുക്ക് ലഭിക്കേണ്ട ഒരു കാലം ഉണ്ടാകണം. അത് തീർച്ചയായിട്ടും സ്കൂൾ തലത്തില് പല കാര്യം മെറ്റാബോളിസത്തെ കുറിച്ചും ബയോളജിയില് ശരീര അനാറ്റമിയെ കുറിച്ചിട്ടൊക്കെ ക്ലാസ് കൊടുക്കുമ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം പോരാ. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മടി എന്ന് പറയും. നമുക്കൊക്കെ നല്ല രീതിയിൽ മടിയുണ്ട്. എക്സസൈസ് മുടങ്ങാതെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല മടിയുണ്ടാവും. ഈ മടിയെ നിയന്ത്രിച്ചിട്ട് നമ്മൾ എക്സസൈസ് എന്നാണോ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരും ചെയ്തു തുടങ്ങുന്നത് അന്നാണ് ആരോഗ്യമുള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടാവുക. അല്ലാതെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഭക്ഷണം, എക്സസൈസ്, ഈ വ്യായാമം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ പ്രായം, അതായത് ചെറുപ്പം ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് മുതലേ എങ്കിലും കൃത്യമായ വ്യായാമം ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ് ചിലപ്പോൾ 100 വയസ്സ് വരെയൊക്കെ സുഖമായിട്ട് ചിലപ്പോൾ ജീവിക്കാൻ സാധിച്ചേക്കാം. പിന്നെ ജനറ്റിക്കലി കുറച്ച് ബെനിഫിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി 100 വയസ്സിലേക്കൊക്കെ എത്തുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഒരു 90 വയസ്സ് വരെയൊക്കെ ആരോഗ്യത്തോടുകൂടി ഇപ്പൊ നമുക്ക് മാനസികാരോഗ്യം ഒരു കാര്യമാണ്, അതിന്റെ അകത്ത് കാര്യമാണ്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന ദൈവമേ നല്ല ആയുസ് തരട്ടെ എന്ന് പറയും. പക്ഷെ ഈ 90 വയസ്സ് എത്തുമ്പോഴത്തേക്ക് ആരോഗ്യത്തോടുകൂടി 90 വയസ്സ് തികക്കണം എന്നുള്ള കാര്യം നമ്മൾ പറയുന്നില്ല. നല്ല ആയുസ് വേണം. അതോടൊപ്പം തന്നെ ആ ആയുസ് കിട്ടുന്ന ആ പ്രായത്തിലും നമുക്ക് നടക്കാനും നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ സ്വയമേ ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലും കൂടി ആകണമെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസ് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഫോക്കസ് വന്നിട്ടില്ല ഇതുവരെ. ഇൻഷുറൻസ് മറ്റു കാര്യങ്ങള് എല്ലാം ചെയ്യാം, എല്ലാം രണ്ടാമത്തെ ഘട്ടമാണ്. ആ രണ്ടാമത്തെ ഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്തു വെക്കാം. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കും, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ രണ്ടുമുണ്ട്. ഒന്ന് ഭക്ഷണത്തെ ക്രമീകരിക്കുക, 2 വ്യായാമം ചെയ്യുക. വെരി ഗുഡ്, വളരെ മനോഹരമായ. ഏറ്റവും അവസാനം എന്താണ്? ഞാൻ ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇൻഷുറൻസും ഒക്കെ ആണെങ്കിൽ എപ്പോഴും ലിമിറ്റ് ഉണ്ട് അല്ലേ. ഒരു 5 ലക്ഷം രൂപയ്ക്ക് മാക്സിമം കിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ, അതനുസരിച്ച് പ്രീമിയം കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ ശ്രദ്ധിക്കുക കുറച്ചും കൂടെ ബെറ്ററാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഈ അബ്ദുൽ കലാം ഒക്കെ മരിച്ച പോലെ മരിക്കുകയാണെങ്കിൽ എത്ര ഭംഗിയാണ്.
അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം സർവീസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം പ്രസിഡന്റായിട്ട് സർവീസ് ചെയ്തു. അത് കഴിഞ്ഞും പിന്നെ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ട് നടക്കുക. അദ്ദേഹം ഏറ്റവും പാഷനുള്ള കാര്യമാണ് പ്രസംഗിക്കുക എന്നുള്ളത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് മരിച്ചു വീഴുന്നത്. അപ്പൊ അങ്ങനെ മരിക്കുന്നോളം വരെ വളരെ ഏബിളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. റെസ്റ്റോറന്റിൽ സാധനമൊക്കെ എടുത്തു തരുന്നത് 80 വയസ്സ് 85 വയസ്സൊക്കെ ആളുകളാണ്. നമ്മുടെ നാട്ടിൽ അത് ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൈൻഡ് സെറ്റ് ഇഷ്യൂ ആണല്ലേ. ഈ പുതിയ മന്ത്രിസഭ വരുമ്പോൾ ഈ വയോജന വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സാധനം ഇതുപോലെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ജീവിതം ആക്റ്റീവായിട്ട് നയിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇവരെ പൂൾ ചെയ്ത് ഇവരെ വളരെ എഫക്റ്റീവായിട്ട് ഇവരെ ഈ പറയുന്ന വകുപ്പിൽ ഇവരെ പ്രൊജക്ട് ചെയ്ത് ബാക്കിയുള്ള ഈ വീട്ടിൽ വളരെ വയ്യാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വയ്യാണ്ടിരിക്കുന്ന ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന കപ്പാസിറ്റി ഉള്ള ആളുകളെയും കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ അങ്ങനത്തെ സംവിധാനങ്ങൾ കൂടി കൊണ്ടുവന്നിട്ട് വളരെ മനോഹരമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം ഈ പറയുന്ന അവരുടെ ഒരു ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്ന് ഈ പറഞ്ഞാൽ അവർ ഉറപ്പായിട്ട് ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് അവരുടെ ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് ആയതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുന്ന സംവിധാനങ്ങളോട് കൂടി ഈ വയോജന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡയമെൻഷനിൽ ഈ വകുപ്പ് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വയോജന ക്ഷേമ വകുപ്പുമായി സർക്കാർ പോകുമ്പോൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇവിടെ നമ്മൾ പങ്കുവച്ചത്. ഒരു വ്യക്തിയുടെ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ രോഗങ്ങൾ വരാതെ നോക്കാനുള്ള ഒരു സാഹചര്യം, ഈ രോഗങ്ങൾ വന്നാൽ തന്നെ അവർക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ ഇൻഷുറൻസിലൂടെ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം, അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സത്വരമായ ഇടപെടലുകളുടെ ആവശ്യം, ശാരീരികാരോഗ്യത്തിനപ്പുറത്തേക്ക് മാനസികാരോഗ്യവും ഉള്ള ഒരു സമൂഹം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം, പ്രായം ഒരു നമ്പറാണെന്ന് നമ്മൾ പറയുന്നത് പോലെ പ്രായമായി ഏറിയാലും ഒത്തിരി സംരംഭകരാകാൻ ഉൾപ്പെടെയുള്ള ഒത്തിരി സാധ്യതകൾ അവരുടെ മുമ്പിലുണ്ട്. ആ റിസോഴ്സ് ഈ നാടിനും സമൂഹത്തിനും നന്മയാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യകത തുടങ്ങി അവർക്ക് ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റിയായി ജീവിക്കാനുള്ള അങ്ങനെ നല്ല സൗഹൃദങ്ങളും അങ്ങനെ ഒരു പ്രാർത്ഥനയും അങ്ങനെ ഒരു കൂട്ടായ്മയും ഉണ്ടാകുന്നതിന് ആവശ്യം ഉൾപ്പെടെ ഈ സർക്കാരിന് മുമ്പിൽ ഒത്തിരി നല്ല നിർദ്ദേശങ്ങൾ ഈ ഷെക്കീന ഫയർ റൂമിന് പങ്കുവയ്ക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, അതിഥികൾക്ക് നന്ദി. ഷെക്കീന ഫയർ റൂമിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നിതിൻ ജോസ്, നന്ദി, നമസ്കാരം.